മോക്ക് പോളിംഗുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. വീഴ്ചയുണ്ടെന്ന മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റാണെന്നും വീഴ്ചയുണ്ടായില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയ രാധാകൃഷ്ണൻ ഡൽഹിയിൽ ചേർന്നു. രാധാകൃഷ്ണൻ, സുപ്രീം കോടതി അടക്കം ഇടപെട്ടൊരു പശ്ചാത്തലമുണ്ടല്ലോ, വിവരങ്ങൾ. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണമാണ് ചോദിച്ചത്. സുപ്രീം കോടതി ചോദിച്ച ഘട്ടത്തിൽ തന്നെ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ സമയത്ത് ഈ വിഷയം കാസർഗോഡ് ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിച്ചു എന്നും അത്തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റാണ് എന്നുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ തന്നെ ഈ ഇങ്ങനെ ഒരു സംഭവം തെറ്റായിട്ടാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്, അത് തെറ്റിദ്ധാരണാജനകമാകുന്നു എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. രാവിലെ ഈ വിഷയം ഉന്നയിച്ചത് പ്രശാന്ത് ഭൂഷണാണ്. ADR വേണ്ടിയിട്ട് ഹാജരായത് പ്രശാന്ത് ഭൂഷണായിരുന്നു. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ഈ VVPATകൾ മൊത്തം എണ്ണണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത്. ആ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് മുന്നിൽ പ്രശാന്ത് ഭൂഷൺ ഈ കാര്യം വ്യക്തമാക്കിയത്. 4 മെഷീനുകൾ വെച്ചുകൊണ്ടുള്ള മോക്ക് പോളാണ് കാസർഗോഡ് നടന്നത്. അതിലൊരു മെഷീനിൽ നിന്ന്, ഒരു VVPATൽ നിന്നുള്ള മോക്ക് പോളിൽ കൂടുതൽ വോട്ടുകൾ അത് BJP സ്ഥാനാർത്ഥിക്ക് പോകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. ഉടൻ തന്നെ ഇത് പരിശോധിക്കാൻ കമ്മീഷനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് മറ്റ് വാദങ്ങളിലേക്ക് കോടതി നടപടികൾ കടന്നത്. അതിനുശേഷം ഉച്ചഭക്ഷണത്തിന് ശേഷം കോടതി ചേർന്ന സമയത്ത് ആദ്യമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അഭിഭാഷകനല്ല, ഉദ്യോഗസ്ഥൻ തന്നെ നേരിട്ട് കോടതിയോട് അത്തരത്തിലുള്ള വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയായിരുന്നു. സുഹൈൽ, മോക്ക് പോളിംഗുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നു. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.